ഒരു സംഘടനയും സൈൻ എന്ന പേരിൽ രൂപീകരിച്ച സംഘടനയും അതിനെല്ലാമായി ഒരു നാഷണൽ കോൺഫെഡറേഷൻ എന്ന പേരിലുള്ള ഏകോപന നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയും ഉൾപ്പെടെയാണ്. ഇവരുടെ കീഴിൽ പ്രാദേശികമായി നിരവധി സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാം ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സീഡ് സൊസൈറ്റി സോഷ്യോ എക്കണോമിക് എൻവയറൺമെന്റ് ഡെവലപ്മെന്റ് എന്ന പൂർണ്ണ രൂപത്തിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികളാണ്. ഏറ്റവും താഴെ തലം വരെയുള്ളവരോട് ഇതിന്റെ നേതൃത്വത്തിലുള്ളവർ പറഞ്ഞത്, നിങ്ങൾ ജനങ്ങളിൽ നിന്നും ഈ സീഡ് സൊസൈറ്റി മുഖേന പണം സ്വരൂപിച്ച് ഇന്ന അക്കൗണ്ടിലേക്ക് HDFCയുടെ ഇന്ന അക്കൗണ്ടിലേക്ക് പണമടച്ചാൽ പാതി വിലക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ ലഭ്യമാക്കും. സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, വാട്ടർ പ്യൂരിഫയർ, വളം, മുന്തിയ ഇനം വിത്തിനങ്ങൾ, ഇങ്ങനെ വിവിധ സാധനങ്ങൾ പാതി വിലക്ക് നൽകുമെന്ന് പറഞ്ഞാൽ ആരാണ് അതിൽ കുടുങ്ങിപ്പോകാതിരിക്കുക? നല്ല ചന്തമുള്ള സ്കൂട്ടി. അപ്പൊ അച്ഛനോട് മകൻ പറഞ്ഞു, അച്ഛ 60,000 ഉറുപ്പിക അടച്ചിട്ടാണ് 1.25 ലക്ഷം ഉറുപ്പികൻ്റെ ഈ സ്കൂട്ടി എനിക്ക് കിട്ടിയത്. ഇങ്ങനെയെല്ലാം പൈസ അടച്ചപ്പോഴാണ് കിട്ടിയത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ പേരിലും ഒരെണ്ണം നീ ബുക്ക് ചെയ്ത് സ്കൂട്ടി എത്തിക്കാൻ നോക്കും. അങ്ങനെ അച്ഛൻ്റെ പേരിൽ 60,000 ഉറുപ്പിക അടച്ചപ്പോ ഈ മകൻ പിന്നീട് ആ കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ സഹോദരിയും ആവശ്യപ്പെട്ടു ഒരു സ്കൂട്ടി. 1.25 ലക്ഷം ഉറുപ്പിയുടെ ഒരു സ്കൂട്ടി 60,000 ഉറുപ്പിക്ക് കിട്ടുകയല്ലേ? സഹോദരിയും അതിൽ ചേർന്നു. അച്ഛനും മകൾക്കുമായി നഷ്ടപ്പെട്ടത് 1,20,000 ഉറുപ്പിക. മകൻ കൊടുത്തത് 60,000 ഉറുപ്പിക. മൂന്നാൾ ചേർന്ന് കൊടുത്തത് 1,80,000 ഉറുപ്പിക. അവർക്ക് കിട്ടിയത് 1.25 ലക്ഷത്തിന്റെ സാധനം. പോയത് ഏതാണ്ട് 60,000-ഓളം രൂപ. ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടവർ നിരവധിയാണ്. നമ്മുടെ നാട്ടിലാകെയുള്ള ജനങ്ങളിൽ വിവിധ വിലപിടിപ്പുള്ള സാധനങ്ങൾ ചെറിയ പൈസക്ക് ലഭിക്കുമെന്ന നില വരുമ്പോൾ അതെങ്ങനെയാണ് ഇവർ എത്തിക്കുന്നത് എന്ന ചിന്തയല്ല നാട്ടിലുള്ള ജനങ്ങളിൽ പലരിലും ഉണ്ടാവുക. അവര് സ്കൂട്ടിയാണെങ്കിൽ സ്കൂട്ടി, ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, ഇതുപോലെയുള്ള സാധനങ്ങൾ ലഭ്യമാക്കാൻ ചെറിയ കാശ് കൊണ്ട് സാധിക്കുമെങ്കിൽ അതിൽ പണം കൊടുക്കും. പറഞ്ഞ അക്കൗണ്ടിലേക്കാണ് പണം അടക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന്റെ പരിസരത്തും ടൗൺ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തും കലക്ടറുടെ കോമ്പൗണ്ടിലുമെല്ലാം വഞ്ചിതരായ നിരവധി സ്ത്രീകൾ, അപൂർവം ചില പുരുഷന്മാർ, ഇവരെല്ലാം തന്നെ അവിടെ ഓടിയെത്തുകയാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണത്തിന് പോയി. ആരാണ് ഇതിന്റെ പിന്നിൽ? ഇപ്പോൾ ഏതാണ്ട് എല്ലാ ചിത്രവും പുറത്തു വന്നു കഴിഞ്ഞു. ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണനും കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ലാലി വിൽസന്റും
കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ മാടായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KP ജയചന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുമ്പോൾ അനന്തകൃഷ്ണൻ എന്ന നാടാകെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു നാമധാരിയാണ് ഇതിന്റെ സൂത്രധാരനായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. BJP നേതാവിന് രക്ഷപ്പെടാൻ കഴിയില്ല. അതേ സൈൻ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ ചെയർമാനാണെങ്കിലും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപദേശകൻ കൂടിയാണ്. ലാലി വിൽസന്റെ കേവലം ഒരു നിയമ ഉപദേശക മാത്രമല്ല, ഇതിന് നടത്തിപ്പിന്റെ പിന്നിലുള്ള എല്ലാ തട്ടിപ്പുകളുടെയും സൂത്രധാരികളിൽ ഒരാളാണ്. തിരുവനന്തപുരത്ത് ഒരു സായി ഗ്രാമത്തിന് നേതൃത്വം കൊടുക്കുന്ന KN ആനന്ദകുമാർ, അദ്ദേഹം നാഷണൽ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഈ സന്നദ്ധ സംഘടനകളിലെല്ലാം ഏകോപന സമിതിയുടെ നേതാവാണ്. ആയിരക്കണക്കിന് പ്രാദേശിക സംഘടനകൾ ഉണ്ടാക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാൻ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ച് CSR ഫണ്ട് എല്ലാവർക്കും എത്തിച്ചു നൽകാം. ഒരു ഭാഗത്ത് ജനങ്ങളെ വഞ്ചിക്കുന്നു, മറുഭാഗത്ത് കമ്പനികളിൽ നിന്ന് CSR ഫണ്ട് തട്ടിപ്പിന് വേണ്ടി സമാഹരിക്കുന്നു. CSR ഫണ്ട് ചെലവഴിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വേണം. നമ്മുടെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് അവിടെ വിവിധ പദ്ധതികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെയാണ് പ്ലാനിറ്റോറിയം അടക്കമുള്ളത്. ഇതുപോലെയുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ CSR ഫണ്ട് വിവിധ കമ്പനികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ LIC പണ്ട് കാലത്ത് കുടിവെള്ള പദ്ധതികൾക്ക് CSR ഫണ്ട് ചെലവഴിക്കാറുണ്ട്. ഇങ്ങനെ കമ്പനികളുടെ CSR ഫണ്ട് പൊതുവായ ജനങ്ങളുടെ നാടിന്റെ വികസന കാര്യത്തിന് ഉപയോഗിക്കേണ്ടതാണ്. ഈ കള്ളന്മാർ നമ്മുടെ നാട്ടിൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കുന്നവർ വസൂലാക്കുന്നു. ഒരു നിയമ ഭേദഗതി തന്നെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരേണ്ട വിഷയമാണ്. CSR ഫണ്ട് ആർക്കൊക്കെ നൽകാം, എങ്ങനെയൊക്കെ ചെലവഴിക്കാം. കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ഇലക്ടറൽ ബോണ്ട് വഴി കോടികൾ സമാഹരിച്ച പാർട്ടി നയിക്കുന്ന ഗവൺമെന്റാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ടറൽ ബോണ്ടിലൂടെ കോടികൾ ലഭ്യമാക്കാൻ നിയമം കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് BJP. അവർക്ക് കിട്ടിയത് 7000 കോടി രൂപയാണ്. കോൺഗ്രസിന് കിട്ടിയത് 3000 കോടി രൂപയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കർണാടകത്തിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കോടികൾ ഒഴുകിയെത്തുന്നത് ഈ ഇലക്ടറൽ ഫണ്ടിലൂടെയാണ്. കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ഇലക്ടറൽ ഫണ്ടിലൂടെ കോടികൾ സമാഹരിക്കുന്ന BJPക്കും കോൺഗ്രസിനും കമ്പനികളുടെ CSR ഫണ്ട് നേടിയെടുക്കുന്നതിന് ഒരു മടിയുമില്ല. ഈ ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ AN രാധാകൃഷ്ണൻ അടക്കമുള്ളവർ നേതൃത്വം കൊടുത്തതിന് ശേഷം CSR ഫണ്ട് ആറ്റിങ്ങലിൽ BJP സ്ഥാനാർത്ഥിയായി 2024 മത്സരിച്ച V രാധാകൃഷ്ണന് വേണ്ടി തയ്യൽ മിഷനാണ് വിതരണം ചെയ്തത്. ആ തയ്യൽ മിഷൻ വിതരണം ചെയ്യുന്ന ഘട്ടത്തിലാണ് അവിടെയുള്ള LDFന്റെ പ്രവർത്തകന്മാർ അത് തടഞ്ഞത്, ഇലക്ഷൻ അധികൃതർ അത് പിടികൂടിയത്. BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ തൃശ്ശൂരിലെത്തിച്ച കോടികളുടെ കണക്കുകൾ പുറത്തു വന്നില്ല. അപ്പോൾ കമ്പനികളിൽ നിന്ന് CSR ഫണ്ട് വാങ്ങി നാട്ടിൽ ഇലക്ഷനിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി അടക്കം
ഉപയോഗപ്പെടുത്തുന്ന ഒരു ശീലം ഇടതുപക്ഷ പാർട്ടികൾക്കല്ല, BJPക്കും കോൺഗ്രസിനുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വയനാട്ടിൽ പലയിടങ്ങളിലും വിതരണം ചെയ്ത ഒരു പാക്കറ്റ് ഉണ്ട്. ആ പാക്കറ്റിന്റെ പുറത്ത് ആ സഞ്ചിയിൽ ഒന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ, മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ, മറ്റൊരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. റോബർട്ട് വധേര, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, അദ്ദേഹമാണ് ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതിയായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി BJPക്ക് 170 കോടി രൂപ ഇലക്ടറൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയത്. അങ്ങനെ കോടികൾ കൈവശമുള്ള ബാദ്രി അടക്കമുള്ളവരാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചിത്രസഹിതം കിറ്റുകൾ കൊടുക്കാൻ വേണ്ടി വന്നത്. ഈ തട്ടിപ്പിന്റെ നീക്കിവാക്കിയാണ് ഇന്നിപ്പോ പാതിവില തട്ടിപ്പ് എന്ന പേരിൽ നാട്ടിലാകെ നടക്കുന്നത്. ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഒരാൾ രക്ഷപ്പെടാൻ പാടില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ എല്ലാവരെയും സത്യം പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണല്ലോ ഈ മാധ്യമ സുഹൃത്തുക്കൾ. ഇവിടെ മാധ്യമ സുഹൃത്തുക്കളെ ആരും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും DYFIയിൽ നിന്ന് കിട്ടുമോ നോക്കി നടക്കുന്നവരുടെ ക്യാമറകൾ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? സത്യം ജനങ്ങളിൽ എത്തിക്കലല്ല, സത്യം ജനങ്ങളിൽ എത്തിച്ചാൽ മാറുന്നത് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബ് കൂടിയാണ്. 2024 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഒരു കുടുംബമേള സംഘടിപ്പിച്ചു. നല്ല കാര്യം. കുടുംബാംഗങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരുടേത് ഒത്തുകൂടി. ആ മേള സംഘടിപ്പിക്കാൻ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന അനന്തു കൃഷ്ണൻ 5 ലക്ഷം രൂപ ആദ്യം കൊടുത്തു. എന്നിട്ട് അനന്തു കൃഷ്ണൻ പറഞ്ഞു, ഇത് അഡ്വാൻസ്. നമ്മൾ സാധാരണ വിവാഹത്തിന് പോയാൽ സദ്യക്ക് ഭക്ഷണത്തിന് മുമ്പ് ഒരു പാനീയം തരും. അതുപോലെയാണ് അനന്തു കൃഷ്ണൻ അവരോട് പറഞ്ഞത്, ഇത് അഡ്വാൻസ് ആണ്. എന്നിട്ട് അനന്തു കൃഷ്ണൻ അവരോടെല്ലാം വിവരിച്ചു കൊടുത്തു, നിങ്ങൾ സ്കൂട്ടി ആവശ്യമുള്ളവരെല്ലാം ഒരു ലിസ്റ്റാക്കി തന്നാൽ മതി. 150 പേരുടെ ലിസ്റ്റ് ആ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ, അന്നത്തെ ഭാരവാഹികൾ ഉണ്ടാക്കി കൊടുത്തു. അതിലെ പ്രധാനിയുടെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. പക്ഷെ ഇതെങ്ങനെയോ പുറത്തു വന്നു. മുമ്പ് CPM-നെതിരായി വാർത്ത ചമച്ചിരുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഒരു പരിപാടി ആയെന്ന് വൈകുന്നേരം കുറച്ച് ഡെങ്കോൾഫി അടിച്ച് പരസ്പരം പറയാൻ തുടങ്ങി. അന്ന് പത്രക്കാരെ UDF ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭീകരമായി തല്ലി. അപ്പൊ ഇവർ രണ്ടുപേരും ഡെങ്കോൾഫി അടിച്ച് സംസാരിക്കുന്നത്, എടാ അവർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തിരുന്നു, എന്നിട്ട് അവർ വല്ലതും നമ്മളോട് സ്നേഹം കാണിക്കുന്നുണ്ടോ? നമ്മളെ തല്ലിയല്ലേ, അവർ ഉപകാര സ്മരണയെങ്കിലും ഉണ്ടാവേണ്ടേ? അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റേയാൾ ചോദിച്ചു, എന്താ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത്? ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് മദ്യപിക്കാത്ത മറ്റൊരാൾ. അപ്പൊ ഉടൻ പറഞ്ഞു, നീ ഒന്നും അറിയാത്ത പോലെ, നമ്മളല്ലേ സേവ് CPM ഫോറം എന്നത് ഉണ്ടാക്കി വാർത്ത കൊടുത്തത്, നമ്മളല്ലേ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി പത്ര പേജുകൾ നിറച്ചത്. അങ്ങനെയുള്ള കൂട്ടരാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് സ്കൂട്ടിക്ക് വേണ്ടി 150 ആളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയ മാധ്യമപ്പട. പക്ഷേ അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിനെ കുറിച്ച് ചില വിവരങ്ങൾ മനസ്സിലാക്കിയ ചില മാധ്യമ സുഹൃത്തുക്കൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ കൂട്ടത്തിൽ വിശ്വസിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഒരു നിലപാട് സ്വീകരിച്ചു. ഉറച്ച നിലപാട്. ആരുടെയും സൗജന്യം പറ്റിക്കൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്താൻ ഞങ്ങളില്ല. അതുകൊണ്ട്
തിരുവനന്തപുരം പ്രസ് ക്ലബിലെ അന്നത്തെ മുഖ്യ ഭാരവാഹി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കുടുംബവേള നടത്തുന്നതിന് മുന്നോടിയായി ഏതാണ്ട് 5 ലക്ഷം രൂപ കാശ് അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് പിന്നീട് അവരുടെ പല തട്ടിപ്പിനും കണ്ടിട്ടും അവർക്ക് പുറത്തുവിടാൻ തോന്നാതിരിക്കാൻ കാരണമാണ്. ഇന്നിപ്പോ ഈ തട്ടിപ്പ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസി കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തികച്ചും ന്യായമായ രീതിയിൽ കേസെടുത്തു. ഇതിൽ ഉത്തരവാദികളായ ഒരാളും രക്ഷപ്പെടാൻ പഴുതു കൊടുക്കാത്ത വിധത്തിലാണ് കേസന്വേഷണം നടക്കുന്നത്. ഈ കേസന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഒരു പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തി. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ കേസാണ്. കണ്ണൂരിൽ കണ്ണൂർ ടൗണിലുണ്ട്, വളപട്ടണത്തുണ്ട്, മയ്യിലുണ്ട്, പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലുണ്ട്. അങ്ങനെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ പോലീസ് കാര്യക്ഷമമായി കേസെടുത്ത് അന്വേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അനന്തകൃഷ്ണന്റെ സ്വത്ത് പലതും പോലീസ് കണ്ടെത്തി പണം നഷ്ടപ്പെട്ടവർക്ക് കോടതി മുഖേന തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന പരിശോധന നടത്തുമ്പോൾ, സ്വത്ത് കണ്ടുകെട്ടുമ്പോൾ എന്തേ ഇഡി അനങ്ങാത്ത? പലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ പരിധിയിൽ വരില്ലേ? അതറിയാത്തവരാണോ ഇഡി? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും മന്ത്രിമാരെയും പിടികൂടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഇഡിയെ ഇങ്ങോട്ട് അയച്ചപ്പോ എന്തേ ഇഡി ഇക്കാര്യത്തിൽ അന്വേഷിക്കാത്തത്? എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൈനും അദ്ദേഹം ഉപദേശകരായ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിന്റെ എല്ലാ തലപ്പത്തിരിക്കുന്ന KN ആനന്ദകുമാർ എന്ന് പറയുന്ന ദേശീയ കോൺഫെഡറേഷന്റെ തലപ്പത്തുള്ള ആളും ചേർന്ന് നടത്തുന്ന കേസിനെ കുറിച്ച് അന്വേഷിക്കാനും അവരുടെ സ്വത്തുവകകളെ കുറിച്ച് അന്വേഷിക്കാനും കള്ളപ്പണം തടയൽ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ബാധ്യതയില്ലേ? എന്തെങ്കിലും ചെയ്തു ഇഡി? അപ്പോ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന BJP-ക്കാരെയും കോൺഗ്രസുകാരെയും സഹായിക്കുന്ന ഒന്നായി ഇഡി മാറി. നിരവധി ആളുകളിൽ നിന്നും പണം സമാഹരിച്ചു. അൺഅക്കൗണ്ടബിൾ എമൗണ്ട്, കണക്കിൽപ്പെടാത്ത തുകയാണ് ഇവർ സൂക്ഷിച്ചത്. കേസ് വന്ന ഉടനെ പല അക്കൗണ്ടിലുമുള്ള പണം വലിഞ്ഞല്ലോ. അതെവിടെ പോയി? കണ്ടെത്തേണ്ടത് ആരാ? ഇഡി അല്ലേ? എന്താ ഇഡി അനങ്ങാത്ത? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ പോലീസിന്റെ റിക്കാർഡിൽ ഇതാ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് പോലീസ് കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു എന്ന് ഉറപ്പിച്ചു പറയാം. ഒരു പരാതിയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി പോലീസ് അതിന്മേൽ ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കും വിധത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തെളിയുകയാണ്. അതുപോലെ ഇഡി ചെയ്യണ്ടേ? ഇഡിക്ക് എന്താ വിലക്കുണ്ടോ? എൻ രാധാകൃഷ്ണനോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോ അദ്ദേഹം സമ്മതിച്ചല്ലോ, സൈന്റെ ചെയർമാൻ ഞാനാണ്. അനന്തകൃഷ്ണൻ പോലീസിന് എല്ലാ വിവരങ്ങളും കൊടുത്തില്ലേ? ആനന്ദകുമാർ എന്ന് പറയുന്ന നാഷണൽ കോൺഫെഡറേഷന്റെ നേതാവ് അദ്ദേഹമാണ് ഈ CSR ഫണ്ട് ലഭ്യമാക്കുന്നതെന്ന്. CSR ഫണ്ട് ലഭ്യമാക്കി എന്തെല്ലാം ചെയ്തു എന്നത് അന്വേഷിക്കണ്ടേ? അത് കേന്ദ്ര ഗവൺമെന്റ് ബാധ്യതയില്ലേ? അതുകൊണ്ട് ഈ കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി നഷ്ടപ്പെട്ട പണം ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പാവങ്ങൾ ചിലര് കടം വാങ്ങിയിട്ടൊക്കെ ഈ കൂട്ടർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ട പണം മുഴുവൻ തിരിച്ചു കൊടുക്കാൻ കഴിയത്തക്ക നിലയിലും കുറ്റക്കാരുടെ പേരിൽ മാതൃകാപരമായ നടപടി എടുത്തുകൊണ്ടും ഈ പ്രശ്നത്തിൽ കേരളത്തിലെ പോലീസ് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ എന്റെ വാക്കുകൾ